ഗുരുവായൂർ അമ്പലം നടയിൽ. എൻ്റെ ദൈവമേ, ഇത് ഞാൻ നോർമലി ഐ റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി വൺ ഇൻ ദാറ്റ് മൂവി. ലൈക്ക് അതിനകത്ത് വർക്ക് ചെയ്ത ഓരോ ആൾക്കാരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഡെഡിക്കേഷൻ എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. കാരണം ഒരു മൂവി, അതായത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് റീൽസ് ഉണ്ടാക്കുമ്പോൾ തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കറിയാം. സോ 2-2.5 മണിക്കൂറുള്ള ഒരു മൂവിയുടെ ബാക്കിലുള്ള അവരുടെ വർക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാണ്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രേക്ഷകർക്ക് ഉണ്ടല്ലോ. അപ്പോൾ പല സിറ്റുവേഷനിലും പലരും മൂവി റിവ്യൂ ചെയ്യുമ്പോൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളി നീക്കുന്നതും അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്, മൂവി റിവ്യൂ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് പൃഥ്വിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, മൂവീസിന്റെ പല ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ലീക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് സൈബർ സെല്ലിന് കേസ് കൊടുത്തിട്ടുണ്ട്, ശക്തമായ നടപടി ഉണ്ടാവും മറ്റൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം അതിനെ എല്ലാത്തിനെയും ഓരോരുത്തരുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ക്രിയേഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പൃഥ്വിരാജിനോടും സുപ്രിയോടും എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റോറീസും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണെന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ക്രിഞ്ച് ഡയലോഗ് ഒക്കെ വന്നിട്ട് ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചളിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അഴകിയല്ലേടെ മ്യൂസിക്, 1000 കണ്ണുമായില്ല എൻ്റെ പാട്ട്, അതൊക്കെ പോരാണ്ട് ക്ലൈമാക്സ് വന്ന് കൊണ്ട് അങ്ങോട്ട് തൊലച്ച് നന്ദനത്തിന്റെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ കല്യാണം, ആ കല്യാണത്തിന് ഒരാളെ അന്വേഷിക്കുന്നു, ഫിക്സ് ആവുന്നു, ഫിക്സ് ആയതിനു ശേഷം അളിയനും ആ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും തമ്മിൽ കണക്ട് ആവുന്നു, ഇവർ തമ്മിൽ ഡെയിലി സംസാരിക്കുന്നു, പെൺകുട്ടിയോട് അധികം സംസാരിക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേപ്പിന്റെ കാര്യം പറയുന്നു. ചേട്ടത്തിമ്മയെ പിണങ്ങിപ്പോയ ഭാഗമായിട്ട് ഈ കല്യാണം കഴിക്കാൻ പോണ പയ്യൻ ചേട്ടത്തിമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് മോഡുലേഷൻ കൊടുക്കുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, ബോണ്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം പിന്നെ ഈ തേച്ചിട്ട് പോയ ആളാണ് ഏട്ടത്തിമ്മയെന്ന് മനസ്സിലാവുന്നു. പിന്നെ അത് കല്യാണം ഊരാനുള്ള പരിപാടികൾ നോക്കുന്നു. പിന്നെ ലാസ്റ്റ് താലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുന്നു, അവസാനം കെട്ടുന്നു. ഇത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നന്ദനത്തിലെ കൃഷ്ണൻ വരുന്നു, മറ്റേ ലൈക്ക് മാല എടുത്ത്, ലൈക്ക് എന്റെ പൊന്നോ, എനിക്ക് ആ പൃഥ്വിരാജിന്റെ ലാസ്റ്റ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള ഡയലോഗ് ഐ നെവർ എക്സ്പെക്ട് ഫ്രം പൃഥ്വി. കാരണം അത്രയും ആറ്റിറ്റ്യൂഡ് കിങ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തി നന്ദനത്തിലെ ഈ ഒരു ക്ലൈമാക്സ് എന്തിനൊക്കെ കോപ്പി ചെയ്തു എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ലൈക്ക് അതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റിനും ഒരു ഇയാള് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലില്ല. എല്ലാവർക്കും അതിനകത്ത് അവരുടേതായ കോപ്പറേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ അഴകിയലയുടെ മ്യൂസിക് അല്ലെങ്കിൽ 1000 കണ്ണുമായി ആ പാട്ട്, ലൈക്ക് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ലൈക്ക് ഏത് രീതിക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കണെന്നുള്ളത് എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ക്ലൈമാക്സിൽ ഒരു കൂട്ടാടി ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ എന്തോ കാണിച്ചു കൂട്ടിയൊരവസ്ഥയില് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. എൻ്റെ ഇഷ്ടം മാത്രമാണ് ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടവരുണ്ടാവും, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം പൃഥ്വിരാജിന്റെ മൂവി, അവരുടെ ഒരു ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. അത് അവസാനം നന്ദനത്തിലെ ആ ഒരു ക്രിഞ്ച് ക്ലൈമാക്സും ആ ഡയലോഗും കൂടെ ആയി കഴിയുമ്പോഴല്ലോ ഒരുമാതിരി ചടച്ചു പോയി എന്ന് പറഞ്ഞാൽ ചടച്ചു പോയി. എനിക്ക് ലൈക്ക് എനിക്കിഷ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം സംസാരിക്കണം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് മൂവി റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ ഈ സാധനം കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റിയില്ല. അത്രയും ഒരു ഐ നെവർ എക്സ്പെക്ട് ദിസ് ഫ്രം പൃഥ്വി.